ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും കൊണ്ട് സച്ചിയും രേവതിയും കൂടെ ശ്രുതിയെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ ശ്രുതിയെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന രസകരമായ കുറച്ച് നിമിഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതിനോടൊപ്പം തന്നെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത്, ഇനി ശ്രുതി ഡിവോഴ്സിന് വല്ലതും പോയതാണോ, വക്കീലിനെ കാണാൻ വല്ലതും പോയതാണോ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയില്ല. ശ്രുതി പറഞ്ഞു, ദേ സച്ചി, നീ വേണ്ടാത്തൊന്നും പറയല്ല. ഞാൻ വേണ്ടാത്തത് പറയുന്നതാണോ? നീ ചെയ്യുന്നതല്ലേ. അല്ല, സാധാരണ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാവുമ്പം ആദ്യം പെണ്ണുങ്ങൾ പോകുന്നത് ഒരു വക്കീലിനെ കാണാനും ഡിവോഴ്സിനും ഒക്കെയാ. ചിലപ്പം അവക്ക് തോന്നിക്കാണും നിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവള് ഡിവോഴ്സിന് ഒരു വക്കീലിനെ കാണാൻ പോകാം. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്താലോ രേവതി, നമുക്കൊരു വക്കീലിനെ കാണാൻ പോകാം. എങ്ങനെയാ സുധി, നമുക്കൊരു വക്കീലിനെ കാണാൻ പോയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ദേഷ്യം വന്നിട്ട് സുധി പറഞ്ഞു മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ രേവതിയും പറഞ്ഞു കേട്ടോ, എന്റെ സച്ചേട്ട ഒന്ന് മിണ്ടാതിരിക്കുക, ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പറയേണ്ടത്? അയ്യോ, പിന്നെ ഇവനെ നമ്മൾ തലേ ചുമന്നോട് നടക്കണോ? തലേ ചുമന്നോട് നടക്കണ്ട, എങ്കിലും വേദനയാവില്ലേ? വേദന എന്താ, അവന് മാത്രമേ വേദനിക്കത്തുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും വേദനയൊന്നും ഇല്ലെന്നാണോ രേവതി? നമ്മളെ എന്തുമാത്രം കുത്തി കുത്തി നോവിച്ചിരിക്കുന്നു ഇവനും ഇവന്റെ ഭാര്യയും കൂടി. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വെറും സിമ്പിൾ കേസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് ശ്രുതിനെ തന്നെയാണ് കേട്ടോ. ഏതായാലും ശ്രുതിയുടെ വീട്ടിലേക്ക് ഓടി കാറി കൂവി ചെല്ലുകയാണ്. അങ്ങനെ അമ്മേനെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായായിരുന്നു. അതിനു മുമ്പ് തന്നെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഓ മോള് ഫോൺ വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി മോളെ, ഇനിയിപ്പോ മോൾ ഇവിടെ വരുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു ഈ അമ്മയ്ക്ക്. മോള് കരയാതെ പോട്ടെ, സാരമില്ല. ദേ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹമായിട്ട് നിനക്ക് കരുതിക്കൂടെ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും എല്ലാവരും അമ്മ പറയുന്ന പോലെ തന്നെ പറഞ്ഞു, ദേ എനിക്ക് സുഖമായിട്ടുള്ളൊരു ജീവിതം വിധിച്ചിട്ടില്ല, അതാന്ന് എനിക്ക് തോന്നുന്നത്. ഒരാണുങ്ങളും കൊള്ളില്ല. എല്ലാ ആണുങ്ങൾക്കും അവരുടേതായ ന്യായീകരണങ്ങളും ഇതൊക്കെയുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾക്കതൊന്നും ആവില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഈ തെറ്റുകളെല്ലാം ശ്രുതി കണ്ടുപിടിച്ചിരുന്നു എങ്കിൽ ശ്രുതി ഇങ്ങനെ തന്നെ എന്നോട് പ്രതികരിക്കില്ലായിരുന്നോ? അതാ മോളെ ഞാൻ പറയുന്നത്. നിന്റെ തെറ്റ് കണ്ടുപിടിക്കുമ്പം ശ്രുതി ഇങ്ങനെ തന്നെ പ്രതികരിക്കില്ലേ? അതിന് ഞാൻ ചെയ്തത് വലിയ തെറ്റാണോ? ഞാൻ ജീവിക്കാൻ വേണ്ടിയല്ലേ, എനിക്ക് ശ്രുതിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ കള്ളങ്ങളൊക്കെ മറച്ചു വെച്ചത്? അതുപോലെ തന്നെയല്ലേ അവനും കള്ളങ്ങളൊക്കെ മറച്ചു വെച്ചത്? അല്ല, അതുപോലെയല്ല കള്ളങ്ങൾ അവൻ മറച്ചു വെച്ചത്. അവൻ എന്നോട് ആദ്യമേ പറയായിരുന്നു, എന്റെ സ്വഭാവം അവന് നന്നായിട്ട് അറിയാം, ഞാൻ അവനെ കുറ്റപ്പെടുത്തുകയോ ചീത്ത പറയുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അവൻ മനഃപൂർവ്വം എന്നോട് പറയാതെ അവന്റെ അമ്മയോട് എല്ലാം പറഞ്ഞു. എന്നിട്ട് സച്ചി രേവതിയില്ലേ, അവര് രണ്ടും എല്ലാത്തിനും കാരണം. അവര് രണ്ടും കൂടെ എന്നെ കുത്തി കുത്തി വേദനിപ്പിച്ചു. അവിടെ ഇട്ട് എല്ലാവരും കൂടെ എന്നെ പിച്ച് ചീന്തി എന്നൊക്കെ പറഞ്ഞപ്പം ആര്, സച്ചിയും രേവതിയോ? ഹേയ്, അത് വെറുതെയാ. അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഓഹോ, അമ്മയ്ക്ക് എന്നെക്കാളും വിശ്വാസം അവരെയാണല്ലോ. പണ്ട് മുതലേ അവർ തന്നെയാണല്ലോ അമ്മയ്ക്ക് വിശ്വാസം. അമ്മയ്ക്ക് അറിയില്ല, സച്ചി എന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവൻ ക്രൂരനാ, വെറും ക്രൂരൻ, വൃത്തികെട്ടവനാ. അവന് വേണമെങ്കിൽ എന്നോട് മാത്രമായിട്ട് ഇത് പറയായിരുന്നു. പക്ഷെ അവൻ എല്ലാവരുടെയും മുമ്പിൽ എന്നെ അപമാനിച്ചു. എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന് വേറൊരു മുഖമുണ്ട്, കാലന്റെ മുഖം. അവന് ഇപ്പൊ എന്റെ മുമ്പിൽ കാലനായിട്ട് നിൽക്കുന്നത്. അവനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ വീണ്ടും സമാധാനിപ്പിക്കുക കേട്ടോ. പോട്ടെ മോളെ, സാരമില്ല, ഇനിയിപ്പൊ കഴിഞ്ഞു പോയില്ലേ എല്ലാം. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട് അതാ, ഇനി ഇതല്ല നിന്റെ വീട്, നിന്റെ ഭർത്താവിന്റെ വീടാ നിന്റെ വീട്. അവിടെ ഉള്ളവരെല്ലാം നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിന്റെ അമ്മായിയമ്മ തന്നെ നിന്നെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എന്നെയാ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പണം കണ്ടിട്ടാ. എനിക്ക് പണമില്ലെന്ന് അറിഞ്ഞാല് ആ സ്ത്രീ എന്നെ തള്ളി പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ആദിമോൻ കയറി വരുന്നത്. ആന്റീനെ കണ്ടതും ആന്റി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട്, ആന്റീനെ കാണാൻ എനിക്ക് കൊതിയായിട്ടിരിക്കുകയായിരുന്നു, ഞാനേ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും എന്നോട് അമ്മൂമ്മ പറഞ്ഞതുണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാന്നാ. ഏതായാലും ആന്റി ഇങ്ങോട്ടേക്ക് വന്നല്ലോ, എനിക്ക് സന്തോഷമായി ആന്റി എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആദ്യനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ആന്റി എന്തിനൊക്കെ അറിയുന്നത്? ആന്റിക്ക് എന്താ പറ്റിയത്? ആന്റിക്ക് വിഷമമുണ്ടോ? അല്ല, ആന്റിയുടെ കണ്ണിൽ കരട് പോയല്ലേ, ഞാൻ ഊതി തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞി ചുണ്ടും കൊണ്ട് ഇങ്ങനെ ഊതി കൊടുക്കുന്നു. അപ്പൊ എന്തോ നമ്മുടെ ശ്രുതിക്ക് എന്തോ ഒരു സ്നേഹമൊക്കെ ആദ്യോട് തോന്നുന്നു. ആദ്യം
വിളിച്ച് കരയുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് അമ്മൂമ്മ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുക, ആന്റിക്ക് വല്ലാത്ത ക്ഷീണമാണ്, തലവേദനയൊക്കെയാണ്, ആന്റി കുറച്ചു നേരം പോയി കിടക്കട്ടെ, മോനൊരു കാര്യം ചെയ്യുക, മോൻ കളിക്കാൻ പൊക്കോന്ന് പറയുമ്പോൾ ഇല്ല, എന്റെ ആന്റി വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അമ്മൂമ്മയെ കളിക്കാൻ പോകുന്നത്, ഞാൻ കളിക്കാൻ പോകില്ല എന്ന് കുട്ടി ഇങ്ങനെ വാശി പിടിച്ചപ്പോഴത്തേക്കും പുറത്തുനിന്ന് കൂട്ടുകാർ വിളിച്ചു. അപ്പം അമ്മമ്മ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, നിന്റെ കൂട്ടുകാർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നീ കളിക്കാൻ പൊക്കോന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി വീണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ചന്ദ്ര ടെൻഷൻ അടിച്ച് ചന്ദ്രയുടെ വീട്ടിൽ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഭാമ വരുന്നത്. ഭാമ ഓടി വന്നിട്ട്, എന്താ ചന്ദ്ര ഞാൻ ഈ കേൾക്കുന്നത്, നീ എന്താ, നിന്റെ മകൻ എന്ത് ചെയ്തിട്ടാ, നിന്റെ മകന്റെ തോന്നിവാസം കാരണമല്ലേ നല്ലൊരു മരുമകൾ ഇറങ്ങിപ്പോയത്, നീ ഒന്ന് ഓർത്തു നോക്ക്, മലേഷ്യയില് ശ്രുതിയുടെ അച്ഛൻ വല്ലതും ഇത് അറിഞ്ഞു കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും, നീ എന്താ ഇങ്ങനെ, നിനക്ക് എന്താ ഒരു കൂസലമില്ലാത്തേ എന്നൊക്കെ ഇങ്ങനെ ഭാമ ചോദിക്കുമ്പോഴത്തേക്കും, എന്റെ പൊന്നു ഭാമ, എനിക്ക് കൂസലില്ലെന്നൊന്നും നീ പറയില്ല, ഓ എനിക്ക് വയ്യ, ഞാനിവിടെ ചങ്കിലിടുത്തി വെട്ടിയിരിക്കുന്നത് അറിയാമോ നിനക്ക്, അയ്യോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ, എന്റെ മോന്റെ ജീവിതം പോകൂല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം വരുന്നത്. അതൊക്കെ പോട്ടെ, അവൾ ഇനി പോയി കഴിഞ്ഞാല്, അയ്യോ എന്റെ മരുമകള്, അവളുടെ മലേഷ്യയിലുള്ള സ്വത്ത് അതൊക്കെ പോകൂലേ, പോകും, അതൊക്കെ പോകും. നിന്റെ മകനെ ഇതൊക്കെ മുൻകൂട്ടി ചിന്തിക്കണമായിരുന്നു, നീയും നിന്റെ മകന് വളം വെച്ചു കൊടുത്തില്ലേ എല്ലാത്തിനും, അതും കൊണ്ടും കൂടിയാ ഇതൊക്കെ സംഭവിച്ചതെന്നേ നീ അങ്ങ് വിചാരിക്ക. ദേ ഞാനൊരു കാര്യം പറയാം, ഇതത്രയ്ക്ക് നിസ്സാര കേസായിട്ടൊന്നും നീ കാണരുത്, ഇത് തള്ളിക്കളയരുത്. അവക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയാമോ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, അവള് വല്ല റെയിൽവേ സ്റ്റേഷനിലോ വല്ല മോർച്ചറിയിലോ അവിടെ കൂടെ ഒക്കെ ഒന്ന് തപ്പാൻ പറ. എന്താ ഭാമേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നേ? ഞാൻ പേടിപ്പിക്കുന്നതല്ല, ഉള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത്. പോ ഭാമേ, ദേ നാക്കെടുത്ത് വെച്ച് വളയ്ക്കല്ലേ, നാക്കെടുത്ത് വെച്ച് വളച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെയാ സാധാരണ. അവള് ആകെ തകർന്നല്ലേ ഇവിടുന്ന് പോയിരിക്കുന്നത്. സ്വന്തം ഭർത്താവ് ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണാ തകരാതെ ഇരിക്കുന്നത്? നിന്റെ രവിയേട്ടൻ നിന്നെ ചതിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നീ തകരില്ലേ? അതുപോലെ തന്നെയാ എന്റെ പൊന്നു ചന്ദ്ര, ഈ വക കേസുകളൊക്കെ നീ ഏതായാലും ശ്രുതിയോട് വിളിച്ചൊന്ന് പറഞ്ഞേരെ. റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വല്ല കെട്ടിത്തൂങ്ങി ചാകാനോ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നീ ഒന്ന് ഓർത്തു നോക്ക്. ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയണ്ടേ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലേ ആ പെണ്ണ് ഇറങ്ങി പോയിരിക്കുന്നത്. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തന്നിട്ട് അതിനെ പോലും നോക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു ചന്ദ്രേ എന്താ നിന്നെ ചെയ്യുക? എന്റെ പൊന്നു ഭാമേ, എന്നെ നീ ഇങ്ങനെ പറയല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ എന്റെ ശ്രുതിമോൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? സംഭവിക്കും. നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. മര്യാദയ്ക്ക് അവളെ തപ്പി എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ, ഇല്ലെങ്കിൽ പോലീസ് കേസാകും, ആ കേസാകും ഈ കേസാകും. പിന്നെ നിന്റെ സുതിമോനുണ്ടല്ലോ അങ്ങ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്റെ പൊന്നു ഭാമേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, എന്റെ ചങ്ക് വേദന എടുക്കുന്നു ഭാമേ, നീ പൊക്കോ, നീ ഇവിടെ നിന്നാ ശരിയാവില്ല, നീ പൊക്കോ എന്നിങ്ങനെ പറയാണ് കേട്ടോ ചന്ദ്ര. അപ്പൊ ഭാമ പറഞ്ഞു, ഞാൻ പോവോ അല്ലെങ്കിലും പിന്നെ ഞാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് പോയി. ഒന്ന് ശ്രദ്ധിച്ചേരെ, നീ എല്ലാം ഒന്ന് വിളിച്ചു പറഞ്ഞേരെ അവരോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ അങ്ങ് പോയിട്ടോ. ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സുധിയെയും സച്ചിനെയും രേവതിനെയൊക്കെ തന്നെയാ. അങ്ങനെ സച്ചിക്ക് വിശന്ന് കഴിഞ്ഞപ്പോ എവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ എന്തോ മേടിച്ചോണ്ട് കാറിനകത്ത് കയറിയപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, നിങ്ങൾ എവിടെ പോയത്? ഇത് മേടിക്കാൻ പോയതാണോ? പിന്നല്ലാതെ, വിശക്കുന്നില്ലേ? ഒരാളുടെ ഭാര്യനെ കാണാതെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പില്ലാതിരിക്കുവോ? ഇന്നാ രേവതി നീ കഴിക്കുക, നമ്മൾ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സുധി ഇങ്ങനെ ഇരുന്നപ്പോ സുധിയോട് ചോദിച്ചാൽ, നിനക്ക് വേണോടാ? വേണ്ട, എനിക്ക് വേണ്ട. നിനക്കൊന്നും ഇറങ്ങുമല്ലോ, നിന്റെ ഭാര്യ പോയില്ലേ, പിന്നെ എന്തിറങ്ങാനാ? ഏതായാലും നിന്റെ ഭാര്യ പോയി, ഇനിയിപ്പം ഡിവോഴ്സ് തന്നെ ആയിരിക്കും, അല്ലാതെ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പറയാം. അപ്പോഴത്തേക്കും സുധിക്ക് ദേഷ്യം വന്നിട്ട് സുധി പറയും, നിർത്തുന്നുണ്ടോ? നീ എന്നെ വേദനിപ്പിക്കുകയാണോ കുത്തി? ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇവിടെ ഇറങ്ങാം, എനിക്ക് പറ്റില്ല, നിങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല, നിന്റെ കൂടെ വന്നാൽ ശരിയാവില്ല, ഞാനിവിടെ ഇറങ്ങാൻ പോവാ എന്നും പറഞ്ഞ് വണ്ടി നിർത്ത് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്കും സച്ചി വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഇറങ്ങടാ, നീ ഇറങ്ങി പോടാ, നീ അന്വേഷിക്കടാ, പോയി, നിനക്ക് തന്നെ അത്രയും അഹങ്കാരമാണ്, നീ പോയി അന്വേഷിക്കടാ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഇത്, നമ്മളെ അച്ഛനല്ലേ പറഞ്ഞു വിട്ടത്, അച്ഛനെ ഓർത്തെങ്കിലും സച്ചേട്ടാ വഴക്കുണ്ടാക്കാതിരിക്കുക. എന്താ സച്ചേട്ടാ, പ്ലീസ് സച്ചേട്ടാ, അവരുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ, എന്നിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കാന്. എന്താ അവസ്ഥ? ഈ അവസ്ഥ അവൻ വരുത്തി വെച്ചതല്ലേ, സ്വന്തം ഭാര്യ കാണാതായത് ആര് കാരണമാ? അവൻ കാരണമല്ലേ. ജോലിയില്ല, വേലയില്ല, കൂലിയില്ല. ഇനിയിപ്പൊ ആരോട് അന്വേഷിക്കും? അല്ല, നമ്മൾ ഈ ഫോട്ടോ കാണിച്ചിട്ട് എന്ത് പറയും? ഇവന്റെ ഭാര്യ ജോലിയില്ലാത്തത് കൊണ്ട് ഇവര് ഉപേക്ഷിച്ച് പോയിന്നോ? ആ നാണക്കേട് നമുക്കും കൂടെ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി വീണ്ടും ഞാൻ പോവാ എന്ന് പറഞ്ഞു കലിച്ചു പോകാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു നമ്മുടെ ആദിക്കുട്ടൻ അങ്ങോട്ട് വന്ന് ചാടിയത് കേട്ടോ.
ആദികുട്ടനെ കണ്ടതും നമ്മുടെ രേവതി ദേ സച്ചേട്ടാ ദേ ആദി എന്ന് പറഞ്ഞു. അങ്ങനെ ആദി ഇവരെ കണ്ടിട്ട് ഓടി വന്നിട്ട് ഇതാര് രേവതി ആന്റിയോ സച്ചേട്ടനോ? അപ്പോഴത്തേക്കും ആദിയോട് സച്ചി വെച്ചു, നീ എന്താ മോനെ ഇവിടെ? ആഹാ, എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ എന്നോ? ഇത് എന്റെ നാടല്ലേ സച്ചേട്ടാ, സച്ചേട്ടനൊക്കെ അല്ല അങ്കിൾ എന്താ ഇവിടെ എന്നിങ്ങനെ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങളെ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. ഒരാളെ. ഏതായാലും മോന്റെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്താ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോഴത്തേക്കും സച്ചിയും പറഞ്ഞു, ശരിയാ നമുക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകാൻ, ഈ പരിസരമൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. ഏതായാലും ഇവന്റെ അമ്മൂമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, വാ സുധി എന്നും പറഞ്ഞുകൊണ്ട് സുധീനെയും കൂട്ടിക്കൊണ്ട് സച്ചി രേവതിയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താണ് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ ഭാര്യയല്ല, ശ്രുതിയുടെ അമ്മ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ പറയാണ്, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല ആ വീട്ടിലേക്ക്, എനിക്ക് പറ്റില്ല, എൻ്റെ ബ്യൂട്ടി പാർലറും പോയി എല്ലാം പോയി, ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നിട്ട് എനിക്ക് എന്താ പ്രയോജനമുള്ളത്? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മായിയമ്മ, മലേഷ്യയിലുള്ള അമ്മായിയപ്പനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് പറയും അത് പറ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അമ്മയെന്ന് പറഞ്ഞപ്പോ, നീ അങ്ങനെ പറയാതിരിക്കുമ്പോളെ എല്ലാവരും എല്ലാ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമാണ്. കുടുംബത്തില് മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ സുധി അങ്ങനെയൊക്കെ ചെയ്തത്. അതെന്താ മോള് മനസ്സിലാക്കാത്തത്? സ്നേഹം ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ, ഇനി ആരുടെയും വക്കാലത്ത് പിടിച്ച് എൻ്റെ അടുത്ത് വരണ്ട. അവനോട് സ്നേഹവും ഇല്ല, ഒരു കോപ്പുമില്ല. അവനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയല്ലായിരുന്നു എന്നോട് ചെയ്യേണ്ടത്. ഏതായാലും അമ്മ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക, ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പോയി കിടക്കാൻ കേട്ടോ. ശ്രുതി അങ്ങനെ കിടക്കാൻ തുടങ്ങിയതും പെട്ടെന്നൊരു കാറ് വന്ന് വിറ്റത്ത് നിന്ന് ശബ്ദം കേട്ടു. ജനലിലൂടെ നോക്കിയപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു ശ്രുതി. പേടിച്ചു പോയില്ലേ നമ്മുടെ ശ്രുതി? ഓടി വന്നിട്ട്, അമ്മേ ദേ അവര് വന്നിട്ടുണ്ടമ്മേ, ദേ ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ മോളെ, അവരെങ്ങനെ അറിഞ്ഞു? ഇനി എല്ലാ കാര്യവും അവർ അറിഞ്ഞു കാണുമോ? എനിക്കറിയില്ലമ്മേ, ഞാനിവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്, എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ ശ്രുതി ആ വീട്ടിന് മറവിൽ പോയി ഒളിച്ചു നിൽക്കുകയൊക്കെയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗത്തോടൊക്കെ കൂടി ആയിരിക്കാം വാർത്തയ്ക്ക് ശേഷം അവസാനിക്കുന്നത്. ഇനി ഇവിടെ വരെ എത്തുമെന്നും അറിയില്ല കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിക്ക് നേരിട്ടുകൊണ്ട് നിർത്തുന്നു. നയനയുടെയും ആദർശിന്റെയും കഥ നമ്മൾ ഇന്ന് കറക്റ്റ് 9:30 ആകുമ്പോൾ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.